വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം. പ്രവാചകന്മാരായ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോയുടെ മകൻ സഖറിയായും യൂദായിലും ജെറുസലേമിലുമുള്ള യഹൂദരെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അവരോട് പ്രവചിച്ചു. തുടർന്ന് ശെയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യോശുവയും ജെറുസലേമിലുള്ള ദേവാലയം പണിയാൻ തയ്യാറെടുത്തു. അവരോടൊപ്പം ദൈവത്തിന്റെ പ്രവാചകന്മാർ അവർക്ക് പിന്തുണയായി. നദിക്കക്കരെ അധിപതിയായ തത്തേനായും ഷെത്തർബോസനായും അവരുടെ സഹകാരികളും ആ സമയം അവർക്കെതിരെ വന്ന് അവരോട് ഇപ്രകാരം ചോദിച്ചു: ഈ ആലയം പണിയാനും ഈ നിർമ്മിതി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം തന്നതാരെ? അതേ തുടർന്ന് അക്കൂട്ടർ അവരോട് ഈ നിർമ്മിതി നടത്തുന്ന ആളുകളുടെ പേരുകൾ എന്തെന്നും ചോദിച്ചു. എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യൂദാ ശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിന് വിശദീകരണം നൽകിയ ശേഷം മറുപടി ലഭിക്കുന്നതുവരെ അവരെ അക്കൂട്ടർ നിരോധിച്ചില്ല. നദിക്കക്കരെ അധിപതിയായ തത്നായും ഷെത്തർബോസനായും അവരുടെ സഹകാരികളായി നദിക്കക്കരെയുള്ള ഉപാധിപതികളും കൂടി ദാരിയൂസ് രാജാവിനെ അയച്ച കത്തിന്റെ പകർപ്പ് അവർ അദ്ദേഹത്തിന് ഒരെഴുത്തയച്ചു. അതിൽ ഇவ்விதം എഴുതപ്പെട്ടിരുന്നു: ദാരിയൂസ് രാജാവിനെ എല്ലാ മംഗളാശംസകളും. ഇത് രാജാവ് അറിഞ്ഞിരിക്കട്ടെ. ഞങ്ങൾ യൂദാ പ്രവിശ്യയിൽ ശ്രേഷ്ഠദൈവത്തിന്റെ ആലയത്തിൽ പോയിരുന്നു. അത് ഉരുട്ടുകല്ലുകൊണ്ടാണ് പണിയപ്പെടുന്നത്. ഭിത്തികളിൽ ഉത്തരം സ്ഥാപിതമായി. ഉത്സാഹപൂർവ്വമാണ് ഈ പണി നിർവഹിക്കപ്പെടുന്നത്. അവരുടെ കൈകളാൽ അത് സഫലമാകുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ശ്രേഷ്ഠന്മാരോട് താഴെ പറയും വിധം ആരാഞ്ഞു. ഞങ്ങൾ അവരോട് ചോദിച്ചു: ഈ ആലയം പണിയാനും ശ്രീകോവിൽ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം തന്നതാരെ? കൂടാതെ അവരുടെ നേതാക്കന്മാരായ ആളുകളുടെ പേരെഴുതി അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരോട് അവരുടെ പേരുകൾ ആരാഞ്ഞു. ഈ വിധം പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളോട് പ്രത്യുത്തരിച്ചു: ഞങ്ങൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ്. ഞങ്ങൾ പണിയുന്ന ഈ ആലയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതതും പൂർത്തിയാക്കിയതുമാണ്. എന്നാൽ സ്വർഗത്തിന്റെ ദൈവത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽദായനായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ 1-ാം വർഷം ഈ ദേവാലയം പണിയണമെന്ന് സൈറസ് രാജാവ് തന്നെ വിളംബരം പുറപ്പെടുവിച്ചു. മാത്രമല്ല, നബുക്കദ്നേസർ ജെറുസലേമിലെ ആലയത്തിൽ നിന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ദേവാലയ പാത്രങ്ങൾ പുറത്തെടുത്ത് അവ ബാബിലോൺ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. സൈറസ് രാജാവ് അവ ബാബിലോൺ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് താൻ ദേശാധിപതിയായി നിയമിച്ച ഷേഷ്ബസാറിനെ ഏൽപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു: ഈ പാത്രങ്ങൾ എടുത്ത് നീ പോയി ജെറുസലേമിലെ ആലയത്തിൽ വെക്കുക. ദേവാലയം യഥാസ്ഥാനം പണിയപ്പെടുകയും വേണം. അതേ തുടർന്ന് ഷേഷ്ബസാർ നേരിട്ട് വന്ന് ജെറുസലേമിലെ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്ന് വരെ പണി നടക്കുന്നെങ്കിലും അത് പൂർത്തിയായിട്ടില്ല. ആകയാൽ ഇപ്പോൾ രാജാവിന് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ അവിടെ ബാബിലോണിലുള്ള രാജകീയ രേഖാശേഖരം പരിശോധിക്കപ്പെടട്ടെ. ജെറുസലേമിൽ ദേവാലയം പണിയാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ തത്സംബന്ധിയായ രാജഹിതം ഞങ്ങൾക്ക് അയച്ചു തന്നാലും. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം. അതിനുശേഷം ദാരിയൂസ് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അങ്ങനെ ബാബിലോണിൽ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥശാലയിൽ അവർ തിരച്ചിൽ നടത്തി. മേദിയായിലെ ഒരു പ്രവിശ്യയായ എക്ബത്താനായിലെ ഒരു മാളികയിൽ ഒരു ചുരുൾ കണ്ടെത്തപ്പെട്ടു. അതിന്റെ മധ്യേ ഒരു പ്രഖ്യാപനം ആലേഖനം ചെയ്തിരുന്നു: സൈറസ് രാജാവിന്റെ 1-ാം വർഷമാണ് ജെറുസലേമിലെ ദേവാലയത്തെ സംബന്ധിച്ച് സൈറസ് രാജാവ് ഇപ്രകാരം വിളംബരം പുറപ്പെടുവിച്ചു: ബലികൾ സമർപ്പിക്കാനുള്ള സ്ഥലമായ ആലയം പണിയപ്പെടട്ടെ. അതിന്റെ അടിസ്ഥാനങ്ങളും സ്ഥാപിതമാകട്ടെ. അതിന്റെ ഉയരം 60 മുഴവും വീതി 60 മുഴവും ആയിരിക്കണം. ഉരുട്ടുകല്ലിന്റെ 3 നിരകളും തടിയുടെ 1 നിരയും വേണം. ചെലവ് രാജകൊട്ടാരത്തിൽ നിന്ന് നൽകപ്പെടട്ടെ. മാത്രമല്ല, ജെറുസലേമിലെ ആലയത്തിൽ നിന്ന് നബുക്കദ്നേസർ എടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ദേവാലയ പാത്രങ്ങൾ തിരിച്ചെടുത്ത് ജെറുസലേമിലെ ആലയത്തിലേക്ക് എത്തിച്ച് ദേവാലയത്തിൽ യഥാസ്ഥാനം നിക്ഷേപിക്കട്ടെ. അതിനാൽ നദിക്കക്കരെ അധിപനായ തത്തേനായും ഷെത്തർബോസനായും അവരുടെ സഹകാരികളായി
നദിക്കക്കരെയുള്ള ഉപാധിപതികളും അവിടം വിട്ടു നിൽക്കണം. ഈ ദേവാലയ നിർമ്മാണത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കണം. യഹൂദന്മാരുടെ അധിപനും യഹൂദ ശ്രേഷ്ഠന്മാരും കൂടി ഈ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ. ഈ ദേവാലയ നിർമ്മാണത്തിന് ആ യഹൂദ ശ്രേഷ്ഠന്മാർക്കൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനും എന്നിൽ നിന്ന് നിർദ്ദേശമുണ്ട്. നദിക്ക് അക്കരെയുള്ളവരുടെ കപ്പത്തിൽ നിന്നുള്ള കുറെ രാജധനം ചെലവിനായി ഈ ആളുകൾക്ക് ആവശ്യമനുസരിച്ച് പണി നിർത്തിക്കളയാതിരിക്കാനായി നൽകപ്പെടേണ്ടതാണ്. ജെറുസലേമിലെ പുരോഹിതന്മാരുടെ വാക്കനുസരിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായി കാളക്കിടാങ്ങൾ, മുട്ടാടുകൾ, ചെമ്മരിയാട്ടിൻ കുട്ടികൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെന്തോ അത് മുടക്കം കൂടാതെ അനുദിനം നൽകപ്പെടുക തന്നെ വേണം. അങ്ങനെ അവർ സ്വർഗത്തിലെ ദൈവത്തിന് സുരഭിലയാഗങ്ങൾ അർപ്പിക്കുന്നവരും രാജാവിൻ്റെയും അവൻ്റെ മക്കളുടെയും ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആയി തീരട്ടെ. ഈ ഉത്തരവ് ലംഘിക്കുന്ന ഓരോ ആളും അവൻ്റെ വീട്ടിൽ നിന്ന് തുലാം വലിച്ചെടുത്ത് ഉയർത്തി നിർത്തി അതിന്മേൽ കോർക്കപ്പെടട്ടെ. അവൻ്റെ ഭവനം അക്കാരണത്താൽ ഒരു കുപ്പകൂന ആക്കുകയും വേണം എന്നാണ് എന്നിൽ നിന്നുള്ള വിളംബരം. ജെറുസലേമിലെ ആ ദേവാലയം മാറ്റാനും നശിപ്പിക്കാനും തൻ്റെ കൈ നീട്ടുന്ന ഏത് രാജാവിനെയും ജനത്തെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ. ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന വിളംബരം. ഇത് വേണ്ട വിധം നിർവഹിക്കപ്പെടണം. അപ്രകാരം ദാരിയൂസ് രാജാവ് സന്ദേശം അയച്ചതുകൊണ്ട് നദിക്കക്കരെ അധിപതികളായ തത്തെനായും ഷെത്തർബോസനായും അവരുടെ സഹകാരികളും തദനുസൃതം ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. ഹഗായ് പ്രവാചകന്റെയും ഇദ്ദോയുടെയും മകൻ സക്കറിയായുടെയും പ്രവചനപ്രകാരം യഹൂദന്മാരുടെ ശ്രേഷ്ഠന്മാർ പണി നടത്തുകയും അത് പുരോഗതിയിലെത്തിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ്, ദാരിയൂസ്, അർത്താക്സർക്സസ് എന്നിവരുടെ വിളംബരങ്ങൾ അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി. ദാരിയൂസ് രാജാവിന്റെ 6-ാം വർഷം അദാർ മാസം 3-ാം ദിവസം അവർ ഈ ആലയം പൂർത്തിയാക്കി. പുരോഹിതന്മാരും ലേവായരും പ്രവാസികളുടെ ശിഷ്ടഭാഗവും ഉൾപ്പെട്ട ഇസ്രായേല്യർ ആഹ്ലാദപൂർവ്വം ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ആ ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ അർപ്പിച്ചത് 100 കാളകളെയും 200 മുട്ടാടുകളെയും 400 ചെമ്മരിയാടുകളെയും ഇസ്രായേൽ മുഴുവനും വേണ്ടി പാപയാഗമായി ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 കോലാട്ടിൻ മുട്ടന്മാരെയുമായിരുന്നു. മോശയുടെ ഗ്രന്ഥത്തിലെ ലിഖിതമനുസരിച്ച് ജെറുസലേമിലെ ദൈവ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെ അവരുടെ വിഭാഗങ്ങൾ അനുസരിച്ചും ലേവായരെ അവരുടെ വകുപ്പുകൾ അനുസരിച്ചും അവർ നിയമിച്ചു. പ്രവാസിഗണത്തിന്റെ മക്കൾ ആദ്യ മാസം 14-ന് പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവായരും ഒന്നായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. അവരെല്ലാവരും ശുദ്ധിയുള്ളവരായി. തുടർന്ന് പ്രവാസിഗണത്തിന്റെ മക്കളായ എല്ലാവർക്കും വേണ്ടിയും തങ്ങളുടെ സഹോദര പുരോഹിതന്മാർക്കു വേണ്ടിയും തങ്ങൾക്ക് വേണ്ടി തന്നെയും അവർ പെസഹ കുഞ്ഞാടിനെ അറുത്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേലരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ തേടുന്നതിന് തദ്ദേശ ജനതകളുടെ മലിനതയോരോന്നിലും നിന്ന് സ്വയം വിട്ടകന്നവരെല്ലാം അവരോട് ചേർന്ന് അത് ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു. എന്തെന്നാൽ കർത്താവ് അവരെ ആനന്ദിപ്പിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ദേവാലയ നിർമ്മിതിയിൽ അവരുടെ കൈകളെ ശക്തിപ്പെടുത്തുന്നതിന് അസ്രിയ രാജാവിന്റെ ഹൃദയം അവർക്ക് അനുകൂലമായി തിരിക്കുകയും ചെയ്തിരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. കർത്താവിന്റെ അരുളപ്പാട്. ഒരുവൻ തന്റെ ഭാര്യയെ പറഞ്ഞയക്കുകയും അവൾ അവന്റെ അടുക്കൽ നിന്ന് പോയി വേറൊരുവന്റെ ഭാര്യയായി തീരുകയും ചെയ്താൽ അവൻ വീണ്ടും അവളിലേക്ക് തിരിച്ചു ചെല്ലുമോ? ആ ദേശം അതിയായി അശുദ്ധമാക്കപ്പെട്ടിട്ടില്ലേ? നിരവധി കാമുകന്മാരോടൊപ്പം നീ വ്യഭിചരിച്ചു. എന്റെ പക്കലേക്ക് നീ തിരിച്ചു വരുമോ? ശൂന്യമായ കുന്നുകളിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുക. വഴികളിൽ എവിടെ വെച്ചാണ് നീ പീഡിപ്പിക്കപ്പെടാത്തത് എന്ന് കാണുക. മരുഭൂമിയിലെ നാടോടിയെ പോലെ നീ പാതകളിൽ അവർക്കായി ഇരുന്നു. നിന്റെ വ്യഭിചാര പ്രവൃത്തികൾ കൊണ്ടും തിന്മ കൊണ്ടും നാടിനെ നീ അശുദ്ധമാക്കി. അതിനാൽ മഴ സമൃദ്ധി തടയപ്പെട്ടു, വസന്തവൃഷ്ടി ഉണ്ടായില്ല. നിനക്ക് വേശ്യയുടെ പുരികമാണ് ഉണ്ടായിരുന്നത്. ലജ്ജിക്കാൻ നീ വിസമ്മതിക്കുന്നു. നീ ഇപ്പോൾ മുതൽ എന്നോട് എന്റെ പിതാവേ, എന്റെ യൗവനത്തിലെ കൂട്ടുകാരനാണോ നീ എന്ന് വിളിച്ചു പറയുകയില്ലേ? ഇതാ നീ ചോദിക്കുന്നു, അവൻ എന്നേക്കും ദേഷ്യം കാത്തു സൂക്ഷിക്കുമോ? അത് നിത്യമായും സൂക്ഷിക്കുമോ? എന്നാൽ നിനക്ക് സാധ്യമായ തിന്മകൾ നീ ചെയ്തു. ജോസിയ രാജാവിന്റെ കാലത്ത് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ? ഓരോ ഉയർന്ന മലമുകളിലും ഓരോ പച്ചമര ചുവട്ടിലും ചെന്ന് അവിടെ അവൾ വേശ്യാവൃത്തി നടത്തി. ഇവയെല്ലാം ചെയ്ത ശേഷവും അവൾ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ തിരിച്ചു വന്നില്ല. അവളുടെ വഞ്ചകയായ സഹോദരി യൂദ അത് കണ്ടു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ഇപ്രകാരമെല്ലാം
വ്യഭിചാരം ചെയ്തെന്ന് കണ്ടതിനാലാണ് ഞാൻ അവളെ പറഞ്ഞയച്ചതും വിവാഹമോചന പത്രം ഞാൻ അവൾക്ക് നൽകിയതും. എന്നാൽ വഞ്ചന പ്രവർത്തിക്കുന്ന അവളുടെ സഹോദരി യൂദ അത് കണ്ടില്ല. അവളും പോയി വേശ്യാവൃത്തി ചെയ്തു. അവളുടെ വേശ്യാവൃത്തി ലാഘവ ബുദ്ധിയോടെ ആയിരുന്നു. അങ്ങനെ അവൾ നാട് അശുദ്ധമാക്കി. കല്ലിനോടൊപ്പവും മരത്തോടൊപ്പവും അവൾ വ്യഭിചരിച്ചു. ഇതൊക്കെയായിട്ടും അവളുടെ വഞ്ചകയായ സഹോദരി യൂദ കാപട്യത്തോടെയല്ലാതെ തന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ പക്കലേക്ക് തിരിച്ചു വന്നില്ല. കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വഞ്ചകയായ യൂദായേക്കാൾ സ്വയം സാധൂകരിച്ചിരിക്കുന്നു. നീ ചെന്ന് ഇക്കാര്യങ്ങൾ വടക്കു ദിക്കിനോട് വിളിച്ചു പറയുക. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ തിരിച്ചു വരിക. കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കുപിതനാവുകയില്ല, കാരണം ഞാൻ കാരുണികനാണ്. ഞാൻ എന്നേക്കും കോപം നിലനിർത്തുകയില്ല. കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ ദൈവമായ കർത്താവിനോട് നീ തീർച്ചയായും മറുതലിച്ചു എന്ന നിന്റെ കുറ്റം നീ അറിയുക. നീ ഓരോ പച്ചമര ചുവട്ടിലും നീ അപരിചിതർക്കായി നിന്റെ മാർഗങ്ങൾ പരത്തി. എന്റെ ശബ്ദം നിങ്ങൾ ശ്രവിച്ചില്ല. കർത്താവിന്റെ അരുളപ്പാട്. വിശ്വാസത്യാഗികളായ മക്കളെ തിരിച്ചു വരുവിൻ, എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ യജമാനനായിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നഗരത്തിൽ നിന്ന് ഒരാളെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും കൂട്ടി സിയോനിലേക്ക് കൊണ്ടുവരും. കർത്താവിന്റെ അരുളപ്പാട്. എന്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. അവർ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ മേയ്ക്കും. ആ നാളുകളിൽ നിങ്ങൾ ദേശത്ത് പെരുകി ഫലസമൃദ്ധമായി കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യപേടകം എന്ന് ഒരുവനും ഇനി പറയുകയില്ല. അത് മനസ്സിൽ ഉയർന്നു വരികയില്ല. അവർ അത് ഓർക്കുകയില്ല, അതിനെ സന്ദർശിക്കുകയില്ല. മേലിൽ അത് നിർമ്മിക്കപ്പെടുകയുമില്ല. ആ സമയത്ത് അവർ ജെറുസലേമിനെ കർത്താവിന്റെ സിംഹാസനം എന്ന് വിളിക്കും. സകല ജനതകളും അവളിലേക്ക്, ജെറുസലേമിലേക്ക് കർത്താവിന്റെ നാമത്തിനായി ശേഖരിക്കപ്പെടും. ഇനിമേൽ അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിലെ ദുശ്ശാഠ്യത്തിന്റെ പിന്നാലെ നടക്കുകയില്ല. ആ ദിവസങ്ങളിൽ യൂദാ ഭവനം ഇസ്രായേൽ ഭവനത്തോടൊപ്പം നടക്കും. അവർ ഒരുമിച്ച് വടക്ക് ദേശത്തു നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ മക്കളുടെ ഇടയിൽ ചേർക്കും? ജനതകളുടെ അതീവ ചാരുതയാർന്ന അവകാശം, ആകർഷകമായ നാട് എങ്ങനെ നിനക്ക് ഞാൻ നൽകും? ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കും. എൻ്റെ പിന്നിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോവുകയില്ല. ഇസ്രായേൽ ഭവനമേ, ഭാര്യ ഭർത്താവിനെ വഞ്ചനാപൂർവ്വം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളും എന്നോട് വഞ്ചനാപൂർവ്വം വർത്തിച്ചിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. മൊട്ടക്കുന്നുകളിൽ ഒരു സ്വരം കേൾക്കുന്നു, ഇസ്രായേലിയരുടെ കേണപേക്ഷകൾ. എന്തെന്നാൽ തങ്ങളുടെ മാർഗം അവർ തെറ്റിച്ചു, തങ്ങളുടെ ദൈവമായ കർത്താവിനെ അവർ വിസ്മരിച്ചു. വിശ്വാസത്യാഗികളായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങൾ പരിഹരിക്കാം. ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു, എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. തീർച്ചയായും കുന്നുകളും മലകളും ആരവവും ചതിയാണ്, എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിലാണ് ഇസ്രായേലിന്റെ രക്ഷ. ഞങ്ങളുടെ യൗവനം മുതലുള്ള ഞങ്ങളുടെ പിതാക്കന്മാരുടെ അധ്വാനത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രിപുത്രന്മാരെയും ലജ്ജ വിഴുങ്ങിക്കളഞ്ഞു. ഞങ്ങളുടെ ലജ്ജയിൽ ഞങ്ങൾ ക്ഷയിക്കട്ടെ, ഞങ്ങളുടെ അപമാനം ഞങ്ങളെ മൂടട്ടെ. കാരണം ഞങ്ങളുടെ യൗവനം മുതൽ ഇന്നോളം ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ശ്രവിച്ചതുമില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 13 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലായിലെ പെർഗായിലെത്തി. യോഹന്നാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവർ പെർഗായിൽ നിന്ന് പിസിദിയായിലെ അന്ത്യോക്യയിൽ വന്നെത്തി. സാബത്ത് ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി. നിയമവും പ്രവാചകരും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് പറഞ്ഞു, സഹോദരരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനത്തിനായി വല്ല ഉപദേശവചനവും ഉണ്ടെങ്കിൽ പറയാം. പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിലെ ദൈവഭയമുള്ളവരെ ശ്രവിക്കുവിൻ. ഈ ജനത്തിന്റെ ദൈവവും നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. ഈജിപ്തിലെ പ്രവാസത്തിൽ ഈ ജനത്തെ ഉന്നതിയിലെത്തിച്ചു. ഉയർത്തിയ തന്റെ ഭുജത്താൽ അവിടെ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോരുകയും ചെയ്തു. അവിടുന്ന് 40 വർഷക്കാലത്തോളം മരുഭൂമിയിൽ അവരെ സഹിച്ചു. കാനാൻ ദേശത്ത് 7 ജനതകളെ നശിപ്പിച്ചിട്ട് അവരുടെ ദേശം 450 സംവത്സരങ്ങളോളം അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിന്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാവൂളിനെ 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അവനെ മാറ്റിയിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തുകയും
അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുകയും ചെയ്തു. ജെസയുടെ പുത്രനായ ദാവീദ് എന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അവൻ എന്റെ ഹിതമെല്ലാം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്ന പോലെ ഇവന്റെ സന്തതിയിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ രക്ഷകനായി യേശുവിനെ പ്രദാനം ചെയ്തിരിക്കുന്നു. അവന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ യോഹന്നാൻ ഇസ്രായേലിലെ ജനത്തോടെല്ലാം മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചിരുന്നു. തന്റെ പ്രയാണം പൂർത്തിയാകാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അവനല്ല. എന്നാൽ ഇതാ, എനിക്ക് ശേഷം ഒരുവൻ വരുന്നു. അവന്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അബ്രഹാത്തിന്റെ വംശത്തിന്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമുക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും ഓരോ സാപത്തിലും വായിക്കുന്ന പ്രവാചക മൊഴി ഗ്രഹിക്കാതെയും അവനെ വിധിച്ചുകൊണ്ട് ആ വചനം പൂർത്തിയാക്കി. മരണത്തിന് കാരണമായതൊന്നും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ മരത്തിൽ നിന്ന് താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് അവന്റെ സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളെ ഈ സുവിശേഷം അറിയിക്കുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ജീർണതയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്തു, ദാവീദിനു നൽകപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ദാവീദ് തന്റെ തലമുറയിൽ ദൈവഹിതം അനുസരിച്ചു ശുശ്രൂഷിച്ച ശേഷം നിദ്ര പ്രാപിച്ചു. തന്റെ പിതാക്കന്മാരോട് ചേർക്കപ്പെടുകയും ജീർണത കാണുകയും ചെയ്തു. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത കണ്ടില്ല. സഹോദരരെ, നിങ്ങൾ അറിയുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. മോശയുടെ നിയമത്താൽ എല്ലാറ്റിനും നീതിമത്കരണം സാധ്യമല്ല. വിശ്വസിക്കുന്ന ആരും ഇവനാൽ നീതിമത്കരിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വന്നു ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്ദകരെ കാണുവിൻ, ഐശ്വര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഈ കാര്യങ്ങൾ അടുത്ത സാപത്തിലും തങ്ങളോട് സംസാരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അപേക്ഷിച്ചു. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ യഹൂദരിൽ അനേകരും യഹൂദമതത്തിൽ ചേർന്ന ഭക്തരായ അനേകരും പൗലോസിനെയും ബർണബാസിനെയും അനുഗമിച്ചു. അവരാകട്ടെ ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത സാപത്തിൽ കർത്താവിന്റെ വചനം ശ്രവിക്കാൻ നഗരം മുഴുവൻ ഒത്തുകൂടി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ നിറഞ്ഞ് പൗലോസിനെ ദുഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞവയെ എതിർത്തു. പൗലോസും ബർണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് തിരസ്കരിക്കുന്നതിനാലും നിത്യജീവനെ അയോഗ്യരെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നതിനാലും ഇതാ ഞങ്ങൾ ജനതകളിലേക്ക് തിരിയുന്നു. എന്തെന്നാൽ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, നീ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയാകേണ്ടതിന് നിന്നെ ഞാൻ ജനതകൾക്ക് പ്രകാശമായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവ കേട്ടപ്പോൾ ജനതകൾ സന്തോഷിക്കുകയും കർത്താവിന്റെ വചനം മഹത്വപ്പെടുത്തുകയും ചെയ്തു. നിത്യജീവനെ നിയുക്തരായിരുന്നവരെല്ലാം വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. എന്നാൽ യഹൂദർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണിമാരെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണബാസിനും എതിരായി പീഡനം അഴിച്ചുവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യർ സന്തോഷത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞവരായി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.